സൗദി അറേബ്യ ടു കെനിയ പോയിരുന്നു ഞാൻ 2 months ബാക്ക്. എൻ്റെ തൊട്ടുപുറത്ത് ഒരു കെനിയൻ 18-19 ഇയേഴ്സ് ആയിട്ടൊരു ചെറിയ പെൺകുട്ടിയാണ്. അതും ഇതേപോലെ തന്നെ എന്നോട് സംസാരിക്കുന്നുണ്ട്. അത് പഠിക്കുകയാണ്, എവിടെയോ കെനിയയിലേക്ക് പോവാം. ഞാൻ ആക്ച്വലി ഈ എമിറേറ്റ്സിന്റെ ഈ ഒരു ഹെഡ്ഫോൺ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനൊരു ഹെഡ്ഫോൺ നെക്സ്റ്റ് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി ചോദിച്ചു. അപ്പം ആ ഒരു ഹെയർ ഹോസ്റ്റസിന്റെ ഭയങ്കര റൂഡായിട്ട് നോക്കി. അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താ ഇങ്ങനെ നോക്കണേ? ഈ കുട്ടി എന്നോട് പറഞ്ഞത് എന്താ സാറിന് ഇങ്ങനെ നോക്കണേ, എന്താ സാർ എന്തെങ്കിലും ചെയ്തോ? ഇല്ല, ഞാൻ പറഞ്ഞു ഞാൻ ജസ്റ്റ് ഹെഡ്സെറ്റ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. പിന്നെ നെക്സ്റ്റ് അവർ ഫുഡ് സർവ് ചെയ്യുമ്പോൾ 7-Upന്റെ ക്യാൻ ആണ് വീണുപോയി. അവരുടെ കയ്യിൽ എറിഞ്ഞു തന്ന പോലെ ആയിപ്പോയി. സോറി ഒന്നും പറഞ്ഞില്ല, അത് ജസ്റ്റ് എറിഞ്ഞു തന്ന പോലെ ആയി. അപ്പോൾ ഈ പെൺകുട്ടി എന്നോട് പറഞ്ഞു ഇത് ഇങ്ങനെ പറ്റില്ല, ഇത് എന്തോ പ്രശ്നമുണ്ട്, എന്താ ഇത് ഇങ്ങനെ. അപ്പോൾ ഞാൻ പറഞ്ഞു മേ ബി. അപ്പോൾ ഐ തോട്ട് ദാറ്റ് ഓക്കെ ലേഡീസ് മേ ബി മൂഡ് സ്വിങ്സ്, എന്തെങ്കിലും പ്രശ്നമാവും, കുഴപ്പമില്ല ലീറ്റ്. ഞാൻ ഒന്നും പറഞ്ഞില്ല. പക്ഷേ ഈ പെൺകുട്ടി പറഞ്ഞു നോ സാർ, വി ഹാവ് സം റൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ആ ലേഡി അവിടെ നിന്ന് എണീറ്റ് പോയിട്ട് മെയിൻ ഹെയർ ഹോസ്റ്റസിൻ്റെ ഒരു ലീഡർ ഉണ്ടാവും, അവരോട് സംസാരിച്ചു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഹെയർ ഹോസ്റ്റസും ഈ ടീം ലീഡറും കൂടി വന്ന് രണ്ടുപേരും ഒരുമിച്ച് വന്ന് എന്നോട് അപ്പോളജി ഒക്കെ പറഞ്ഞ് സോറി ഫോർ ദാറ്റ്, റിയലി സോറി എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ ഹെയർ ഹോസ്റ്റസിന്റെ ടീം ലീഡർ വന്നിട്ട് 2 വലിയ ചോക്ലേറ്റ് ബാർ കൊണ്ടുവന്നു. എന്നിട്ട് ഞങ്ങൾക്ക് 2 പേർക്ക് ഓരോന്ന് തന്നു. എന്നിട്ട് വീണ്ടും ഇറങ്ങാൻ നേരത്ത് വീണ്ടും ചോദിച്ചു സാർ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ, ഓക്കെ അല്ലേ, അത് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് മിസ്റ്റേക്ക് ആണ് എന്ന് പറഞ്ഞു. പക്ഷെ ഞാനത് ആക്ച്വലി അത് മീൻസ് പ്രതികരിക്കാനൊന്നും പോയിട്ടില്ല. പക്ഷെ ഈ പെൺകുട്ടിയാണത് ചെന്ന് ഓക്കെ ക്ലിയർ. ഞാനിതൊരു വിമൻസ് ക്യാമ്പസ് ആയതുകൊണ്ട് അത് പറയുന്നത് കേട്ടോ.